ഞങ്ങള് പറഞ്ഞു കൊടുക്കണ്ട, ആ ഗുളിക നിങ്ങൾ കൊടുക്കല്ലേ, അത്ര എണ്ണം കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും ആ പാർക്കിൻസൺസിന് ആ ഗുളികയെ അല്ല. ഞാൻ നീച്ചുമ്പോ ഇപ്പൊ ഉയിച്ചിലൊക്കെ കഴിഞ്ഞു ഉയ്യാൻ കൊണ്ടുപോയി വന്ന് പറയും. അല്ലേ നമ്മളിഞ്ഞ എല്ലാരും കൂടിയിട്ടില്ലതേ. അതിനെന്താ ഞങ്ങളിവിടെ പേരല്ലേലും സ്ഥലല്ലേ. അതല്ല വല്യമ്മ, നിങ്ങൾ ഇവിടുന്ന് പോകാണോ? പോകും. പോകാണ്. അതിന് മുന്നിലെ വീട്. അപ്പൊ എങ്ങനെ പോയാലും വരൂലുണ്ട്. അപ്പൊ നിങ്ങള് നാളെ പോകാണോ? അസിഡിറ്റിന്റെ pH മൂലം കാരണോന് ഓന് അറിഞ്ഞുകൊണ്ട് തടി കുറക്കാണ്. അപ്പൊ തിന്നാതായി ഇപ്പൊ തിന്നാ വേണ്ട. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നടു റോട്ടിന്നാണ്. എന്താ ഇവിടെ വല്യമാടൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ വല്യമാനെ ഉണക്കാൻ വെച്ചിട്ട് കുറച്ചു നേരമായി തോന്നുന്നുണ്ട്. റീലെടുക്കാണ് മോണ്ട. അനുൻസ്റ്റീല് റീലിട്ടില്ലേ? അപ്പൊ ഇട്ടിക്കണ. അപ്പൊ മോണ്ടന്റെ റീൽ ഇന്ന് ഇറങ്ങും. അപ്പൊ അതിന്റെ പരിശ്രമത്തിലാണ്. താരക്ക് കൈയൊട്ടിയിട്ട് ഇമ്മമ്മ റൊണാൾഡോനെ നോക്കണം എന്നാണ് ഓൻ പറയുന്നത്. ഇജ അതിനെ നോക്കാനല്ല പറഞ്ഞേ? നേരത്തെ അതിനെ നോക്കാനാ ചേർന്നേ? ആണ് ഓനിരിക്കും. വെറൈറ്റി ഉണ്ടായിരുന്നുണ്ടോ? ഇവിടെ നാട്ടിലാകെ പതാകയാണ്. ഉച്ചന്റെ നേരായതുകൊണ്ട് വലിയ ആൾക്കാരില്ല അല്ലേ? കിട്ടിയോ? ഇല്ലേ? ഞങ്ങള് തറവാട് പോയാലും ഞങ്ങള് വരൂലേ? ഒപ്പം പോകാന്നോ? ഇത് കജൂല ഇവിടെ ചെയ്യും. ഇങ്ങനെ ആലോചിച്ചാണ് നിങ്ങൾ ആലോചിച്ചാണ്. ഇവിടെ ഇങ്ങനെ വളരെ അങ്ങോട്ട് നോക്കിട്ട് പുഞ്ചിരിച്ച് ചിരിച്ചാണ്. വണ്ടികളാണ് കേട്ടോ റോഡ്. നമ്മള് മെയിൻ റോഡിൽ നിന്നാണ് വീഡിയോ. നാട്ടുകാർ ഫുള്ള് സപ്പോർട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ടാക്കാണ്. ഞങ്ങൾ വിട്ടാലോ? ഇവിടെ എന്താ തുരുമ്പിച്ചോ? ഷെഫീക്ക് ബീഫ് വെച്ചിക്കണ്. ഒറ്റക്ക് വെച്ചു. അങ്ങനെ നമ്മള് വീടെടുക്കലൊക്കെ കഴിഞ്ഞ് പോയെങ്കിൽ ഓല വക നല്ല ഫ്രൂട്ടി ഇമ്മമാക്ക് എന്തൊക്കെ എണ്ണക്കടിയൊക്കെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. തണുപ്പുണ്ടാവും. ഇതിലെന്തോക്കി നെയ്യപ്പോ തിന്നാ പറ്റുവോ? കുറച്ചാ പറ്റുവോ? തുറന്നേ. അങ്ങനെ ഞങ്ങൾ നല്ല നെയ്യപ്പല്ലത്. നെയ്യപ്പം നല്ല രസമുണ്ട് അല്ലേ? നെയ്യപ്പം ഇതൊക്കെ തിന്നിങ്ങനെ കുത്തിരിക്കണം. പോലെ അവിടെ ചായ കുടിച്ചാണ് കടയിൽ കയറിയിട്ട്. ഇജ് വന്നിട്ട് പറയാണേ അനുവേ ഇതെന്തോ സ്കൂൾ ബസ്. അവൾ കഥ തുടങ്ങുന്നേ ഉള്ളു. വലിയമാന കാട്ടില്ലേ? അതാ എങ്ങോട്ട് പോണ്? അങ്ങോട്ട് പോവില്ലേ? ഇമ്മ പോണില്ലേ? ഒപ്പം പോവാ. അമ്മായി വരില്ലേ? ഞങ്ങള് പോകുമ്പോ കൊണ്ടുപോവില്ലേ? തണല് അരൂല് തണല അല്ല ജോലെ. ഞങ്ങള് തിന്നു. അവിടെ കട ഉണ്ട്. അവിടെ ആരെ കുട്ടിയാണോ? അതുപോലെ കൂട്ടുകാരന്മാരുടെ നാട്ടാരും ബസ്സാരും പോകണുള്ളൂ. അല്ലാത്തല്ല അവര് പോവല്ലേട്ടോ. ഇത് അരൂരൊക്കെ വണ്ടി കുട്ടീനെ കടക്കിയും പായും പാത്രവും വരയ്ക്കണൊക്കെ എന്നിട്ട് ഇവിടെ ഒക്കെ അല്ലാ ഓന്റെ വണ്ടിന്റെ മുന്നത്തെ ലഗേജ് കാണുന്നുണ്ടോ നിങ്ങൾ? വേഗം അടച്ചളാ. പോക തറവാട്ട് പോവാ. ഇവിടെ നിന്ന് സാധനം കൊണ്ടുപോണില്ല. നാളെയാണ് ഓല് കൊണ്ടുപോണാണ്. തറവാട്ട് പോകാ. വരാ. ഓക്കെ സെറ്റായോ?
വെയിലാണേ. ഡയറക്ടർ പറഞ്ഞ നമ്മളിപ്പോ വണ്ടി ഇറക്കും, പക്ഷെ ഡയറക്ടർ പറയില്ല. ഇമ്മമ്മ പോയി വെയിലായിട്ട് നോക്കാണ് പൊസിഷൻ. ചോറുന്നില്ലേ? നമ്മളിവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തറവാട്ട് കയറി ഇറങ്ങി. കൊറേ ആയി പോയിട്ടില്ല. ഇനി ഓരോരുത്തരെ ഇമ്മമ്മ മറ്റേ ചേക്ക് ഇരിക്കുവാ നെച്ച് കയറാ. ഇനിയമ്മ ഞാൻ കയറാ. അപ്പൊ ഞാൻ ആർക്ക് ബൈക്കില്ലേ? ആ എന്നാ ഇതുമ്പോ കേറ്, ഇജും കേറ്. ആ നാനും ഇതുമ്പോ കേറ്. റിതൂനി എടുത്തോ വണ്ടിയൊക്കെ? അവിടുന്ന് എന്തോ എടുക്കാണ്ടോ ഒറ്റ ഉണ്ടെന്ന്. അല്ല പാർസലാകാനോ ഓൾക്ക് പൊറാട്ട. എനിക്ക് പൊറാട്ട അങ്ങാണ്ടേ ഒരു ചോറ് വെച്ചിട്ടില്ലെന്നേ. ചട്ടിയും കാലൊക്കെ കവറിലാണേ കെട്ടി വെച്ചെങ്ങനെ കൊണ്ടുപോയിട്ടില്ലല്ലോ. അത് ആരട്ട് വശോണ്ടേ ആരട് അടിയിലാണ്. അടിയിൽ അത്ര ആയിട്ടൊന്നും ചില്ല. ആരാണ്? പോന്നോ 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 പോന്നോ? ഓർക്ക പിരാന്തായോണ്ടേ ഒരു പൊറാട്ട കൊള്ളൂലടി. റിതൂന്ന് ഓല് കയറ്റിക്കോളൂ. മറ്റേ ചേക്കോളാം പോട്ടണ്ടീമേ തുമ്മേ. അപ്പൊ ഞാൻ മറ്റേ ചേക്കോളാം ഞമ്മളൊക്കെ തുമ്മേ. അപ്പൊ അനിയോ ലോറിയോ ലോറിയോ? അങ്ങനെ നമ്മളിഞ്ഞ ഇവിടെ ഇറങ്ങി നേരെ തറവാട്ട് എവിടെയില്ലേലൊക്കെ കൊള്ളിച്ചു പോട്ടെ. തറവാട്ടിലെത്തിയിട്ട് കാണും. ഉമ്മമാനെ നിർത്തിക്കണൊക്കെ സ്റ്റാൻഡുമ്പോ അങ്ങനെ കുന്നുംപുറം കയറിയതൊക്കെ ഒരു വിറ്റിന്ന് എല്ലാരും സേഫിക്കാണ്ട് കയറ്റി. അല്ല നമ്മളങ്ങനെ ലാസ്റ്റത്തെ വരവാ തോന്നി തറവാട്ടിക്ക് കിട്ടോ. ഇനി തറവാട് ഇങ്ങനെ ഇവിടെ എല്ലാരും കാണാൻ നമുക്ക് അറിയില്ല. പെരീന്ന് പോവല്ലേ അമ്മായിയെ? നമ്മൾ തറവാട് അങ്ങനെ ഇവിടെ ആകെ സാധനങ്ങളും കാര്യൊക്കെ ഇതാക്കിക്കാണ്. ഇതൊക്കെ എന്താ വറക്, ഓലക്കൊടി, പിന്നെ ഉള്ളിലൊക്കെ സാധനങ്ങൾ ഇറക്കുമ്പോഴും അനുവിന്റെ ഗ്ലാമർ വിട്ടിട്ട് ഞാൻ ഈ താടി പഠിച്ചിട്ടാണ് അലർജിയാക്കാരം ട്രിമ്മർ ഞാൻ പഠിച്ചാക്കാണ് ഇപ്പൊ. അപ്പോഴും കണ്ടോ? അപ്പൊ അലർജി അല്ല. താടി പഠിച്ചിട്ടാണ് അതിന് മടി നമ്മളെ മോട്ടോ അത് നോക്കിക്ക. ആ പല്ലൊക്കെ ആ ശരിയാ. ഞങ്ങള് അടിച്ചിട്ടുണ്ട് ഇപ്പോ. ചെറിയാപ്പ് കടി കൊണ്ടുവച്ചിക്കണേ. ചെറിയാപ്പ് കടി കൊണ്ടുവച്ചിക്കണേ. വെയിലുണ്ടിട്ട് ഓന് ബാംഗ്ലൂര് പോയില്ലേ. പിന്നെ ഓരോ ജിമ്മ് വർക്കൗട്ട് ഏറി പോയി. അതിന്റെ കോലം കെട്ടാണോ പോണ്ടോ? ഞങ്ങളും ഉണ്ട്. ഷെഫീക്ക് എല്ലാരും മറ്റേ ഡിസൈനും പൊടിച്ച് നിക്കല്ലോ. കൊതുക് തിരി ആളാ പണിയാളെ. ഇനി ഈ ഒരു ഏരിയയില് പാത്രങ്ങളും കാര്യമൊക്കെ ഉണ്ട്. അതാണ് ഇപ്പത്തെ ഈ പെരന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അമ്മായി കടക്കല്ലേ കൊയങ്ങി സാധനങ്ങളൊക്കെ കെട്ടി. ഇവിടെ ലൈറ്റ് ഇല്ല കേട്ടോ. ഈ ഏരിയയിലൊന്നും ലൈറ്റ് ഇല്ലാത്തോണ്ട് ഒക്കെ എല്ലാ പണിയും ഇവിടെ കഴിച്ച് വെച്ചേക്കണം. വണ്ടി കിട്ടാത്തൊരു പ്രശ്നം കൊണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിക്കാന്നുള്ളു. ഞാൻ വിചാരിച്ച അവിടെ പൊറാട്ടല്ലേ ഉള്ളു. ചോറുണ്ടോ അവിടെ? അറിയില്ലേ ഇനി ഇതെന്താ? ആ ചൂല് മുറ്റടിച്ചു തന്നെ. എടാ സിനിമയിൽ ചിറിയൊക്കെ ഇങ്ങനെ ആക്കാൻ ഉപയോഗിച്ചല്ലോ. ആക്കിക്ക ആണാണ്. ഓന്റെ തൊളോ പിതാനെ
നല്ല കാറ്റ്. അതവിടെ അസല് ചൈന മോതല്ലേ തുറന്നപ്പോ. ഇതെന്തറിയോ ഈ പൊടി അതേപോലെ കണ്ടോ കുറച്ച് പൊടിയാണ് ഇവിടെ ഒറ്റ ഫ്രൈ ചെയ്യാണ്. ആ ആ എന്താണ് പല്ല് ചൊറിയൊക്കെ പാറുട്ടോ. മുടി സ്ട്രൈറ്റ് ആവൂലടാ കുറച്ചു നേരം വെച്ചാലില്ലേ ഷാമ്പ് ചച്ചാ ഇല്ലേ. ഇവിടെ കൊതുക് തിരിയായിട്ട് കൊത്തണ ഇവിടെ നോക്കാ. ഇത് കൊതുക് കഴിയുമ്പോ അടിച്ചാ മതിയടാ. നിക്ക് 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 ആട്ടിക ആട്ടിക. തൊള്ളയൊക്കെ പാറയുടെ ഹോളിവുഡിലൊക്കെ കണ്ടിട്ടില്ലേ കാറ്റ് വരുമ്പോ അത് ഇതാണ്. നിലത്തേക്കല്ലേ കൊണ്ടേക്ക് കൊണ്ടേക്ക് മതി മതി കൊണ്ടേക്ക് കൊണ്ടേക്ക്. നമ്മളെ ബാംഗ്ലൂരത്തെ അല്ലേ മുറ്റടിച്ചണല്ലേ. ഞാനല്ലേ വർത്താനം കേട്ട് നല്ലതല്ലേ അവിടെ പറ്റും. അല്ലെ സാധനം എന്തിന്റെ മുടി ഉണക്കണ എന്തോ കാറ്റിനെന്തോ യൂസേജ് ആണ്. അല്ല പിന്നെന്താണ് മുറ്റടിച്ചു തന്നെയാണ് ഞാൻ വിചാരിച്ചതല്ലേ. മുറ്റങ്ങനെ അപ്പുറത്തെ പറമ്പ് പോയി കച്ചവടം ഇതുണ്ടല്ലേ. ഏത് മറ്റേ വണ്ടി മത്തിയും ഇതുമൊക്കെ വെള്ളം ഫുള്ള് കളിയില്ലേ എങ്ങനെയുണ്ട് ഏതോണ്ട് ചെയ്യാം. അത് ഞാൻ പറഞ്ഞു മുടി ഉണക്ക മുടി ഉണക്ക. ഉണങ്ങിയ തുണികളൊക്കെ എളുപ്പം നനഞ്ഞ തുണികൾ എളുപ്പമാണ് കാറ്റ് വെച്ചില്ലേ. പച്ചക്കാരം പച്ചക്കാരം 2 ബാറ്ററി ഉണ്ടോ? രണ്ടെണ്ണം വാങ്ങി മതി. ഞാൻ ഒന്ന് മാത്രം ഉണ്ട്. ബാറ്ററികൾ സെപ്പറേറ്റ് ഉണ്ട്. അപ്പൊ കേസ് ഞങ്ങൾ മോണ്ടന്റെ കൂടെ ഒരു വട്ടം ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകും. അയിലോ പട്ടി 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 എനിക്ക് വാങ്ങി തരാന്ന് കേറിയ പോണ്ട. അയ്യോ അയ്യോ അടിയൻ കിട്ടോ അടിയൻ 2 തല്ലൂടണേ. തല്ലൂടി കളിച്ചാലല്ല പണിയില്ല. ഏക്കൂലടാന്നു. ആ ആ ചോറ് ചോറാണ് വേണ്ടേ. ചോറൊക്കെ വാങ്ങിക്കൊടുന്നു തിന്നോളി. കുത്തിയോ അല്ല രണ്ടാമത്തെ ഓട്ടെ ആ ഭാഗത്തുണ്ട് ഒന്ന് ഇവിടെ ഉണ്ട്. മേ കുട്ടിക്ക് മണം പറ്റുവട്ടെ. ആകെ പുകയാണ് ഇതിലെ. ലിച്ചന്റെ മണത്തിട്ട് മൂക്ക് അടിയുണ്ട്. ഭയങ്കര ഇടങ്ങാറാ. അവനെ എടാ ചോറുന്നാനോ ഞാൻ അവിടെ കൊണ്ടുവച്ചിക്കണ ചോറുന്നാ. ആ കൊതുക് തിരി കയ്യുമ്പോ പിടിച്ചെടുക്കേന്. അവിടെ ഇപ്പൊ തലക്കടിച്ച് ആ എന്താണ് ആ വടി പിടിച്ചിക്കല്. എല്ലാം പാടം കെട്ടിച്ചിക്കല്ലേ. ഞാൻ കണ്ടുമ്മാ ഒക്കെ ഇവിടെ വന്നിട്ട് ഈ ചെവിക്ക് കളയടാ. അത് മണത്തിട്ടിക്കാൻ വെച്ച തിരുമ്പി പൊളിച്ചിട്ടൊന്നുമില്ല. ഇനി ചോറിനേ മയെ ഇതൊക്കെ ഒതുക്കി പൊറുക്കി യാതൊരു മരുവല്ല. ആ ഒന്ന് വെച്ചുണ്ടാക്കാല്ലോ. അപ്പൊ ചോറ് വാങ്ങിക്കൊടുക്ക. സാധനങ്ങളും പാത്രങ്ങളും എടുക്കാണ്ട് ഇതൊന്നും അതൊക്കെ ഇടന്നോട്ടെ. കാക്കം പോലെ വന്ന് എടുക്ക. വേണ്ടാത്തൊക്കെ അതിന്റെ മേലെ വെച്ചളി. ആക്കം പോലെയൊക്കെ കണക്കല്ലേ. എല്ലാം കൊണ്ടോണ്ടേ. ഇന്ന് വണ്ടി വരൂല. പിന്നെ 2ാം നേരവും നടക്കൂല. എത്തിച്ചാ പിന്നെ വണ്ടി വാനൊക്കെ കിട്ടിയിട്ട് ആക്കം പോലെ കൊണ്ടുവരാം. ഇവിടുത്തെ വെള്ളപ്പൊക്കെ ഊരിയോ അമ്മായിയെ? ചോറുതാ ചോറുന്നാനി ഇവിടെ തിണ്ടുമക്ക് പോരി. നിങ്ങക്കും വേണ്ട എന്തേ? പൈപ്പൊക്കെ മാറി. അമ്മായിയെ ചോറുന്നാണി
അമ്മായി അമ്മായിയെ ഇങ്ങള് പോയിക്കാണി അവിടുന്ന് എന്നാലും ഇനി അവിടെ പോയി പണിയൊക്കെ അല്ലേ പോയി പണി കാര്യം അമ്മായി കൊയങ്ങി പോയി ജലദോഷം പിടിച്ചോണ്ട് തീരെ അവിടെ പോയണ്ട് അലർജിന്റെ ഗുളിക അങ്ങനെ തന്നെ നോക്കുക അവനാണ് അവനാന്റെ റൂമത്ത് എടുത്തേക്ക അങ്ങനെ കാട്ടിയാ മതി കജ്ജൂലട്ടോ ഞങ്ങള് ഒരു ഇവിടുന്ന് ഇറങ്ങി ഒരു വാടക വരെയല്ല 2 വാടക വരെയല്ല 3 വാടക വരെയല്ല 4 വാടക വര നിരന്തരം 2 കൊല്ലം ഓരോ കൊല്ലത്തിന്റെ ഇടയിൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കണേ എന്താണ് എന്താ തപ്പണ് നല്ല നിധി ഇതെന്ത് കൊട്ടയുടെ അത് നല്ല ചുരുക്കുണ്ടല്ലത് ബാംഗ്ലൂരത്തെ സാധനം ഓ വാങ്ങിക്കൊടുത്താണ് ഓ ബാംഗ്ലൂര് പോയില്ലേ അതടക്കണേ എവിടെ മാറാ ഞങ്ങളൊക്കെ പാറും തന്നെ പാറിപ്പോയി അതിന് എത്ര രൂപയടാ 400 പക്ഷെ ഞമ്മള് പെരിയിൽ എന്താ കളയാനത് പറ്റിയ മുറ്റടിച്ചു വരാനേ അതറിയില്ല അപ്പൊ വീഡിയോ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇല്ല ഇത് വണ്ടി കഴിയാ വണ്ടിമത്തെ വെള്ളം അടിച്ചു കളയാൻ പറ്റും അതിൽ വണ്ടിമ കുറെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കൂലേ ഉണക്കാനോ വണ്ടി ഉണക്കാനല്ല വണ്ടിമ വെള്ളം ഉണ്ടാവില്ല താത്ത ഇങ്ങനെ ഇതുമ്പോ വെള്ളം കറക്കുക ഇതല്ലേ ഇപ്പൊ താത്ത ഇങ്ങനെ ചെമ്മല കൊറേ ചെമ്മല ഉണ്ടാവില്ല മുറ്റത്ത് അതാ പോണ് എടാ അവിടെ പീപ്പിൾസ് പേരേ ആകെ ചെമ്മലോട് നടന്നിക്കണ് അതന്നെ അതന്നെ ഇതിന്റെ പണി ആടാ ചെമ്മല കളിയുന്നത് തന്നെ നല്ല ചെമ്മലുണ്ട് നല്ല പാറില് പാറും പക്ഷെ മഴ വന്നിട്ടേ മണ്ണിന്റെ ഒട്ടിയതോ ഉണങ്ങിയല്ലേ ഞങ്ങള് കേട്ടോ ഞങ്ങൾ 400 പിരിച്ച് തരേണ്ടി വരും നമുക്ക് വാങ്ങിയാലോ എന്നിട്ട് പുതിയ പേര് ഇത് കൊണ്ടായി വൃത്തിയാക്കി അവിടുത്തെ മറ്റേ റോഡ് ഉണ്ടല്ലോ അപ്പൊ നല്ല വൃത്തിയിൽ കിട്ടിയില്ലേ നമ്മളവിടെയൊക്കെ പ്രശ്നമാവും നമ്മള് ഇട്ട് അപ്പുറത്തെ പേരേക്കും എടാ ചെവിക്ക് വേറെ കാറ്റ് ഇല്ല ഞാൻ ആദ്യമായിട്ട് കാണത് അല്ലേ എന്റെ കുട്ടികളെ കാട്ടിച്ച് തീരെ കണ്ടിട്ടില്ല ചെവിത്തെ പാട പൊട്ടുട്ടാ പോർന്ന് നിർത്തച്ഛന്റെ സാധനം മോഡല് എടാ കണ്ണുക്കും മൂക്കും കേറുന്നേ കാറ്റാണ് അത് മുടി ജെല്ലിയാക്കണം ഇതാ സാധനം എല്ലാം തുണക്കില്ല സാറിന്റെ ബേക്കിൽ കൊതുകുത്തിരി ഇപ്പൊ കീറും മൂന്നാമത്തെ കുപ്പായ ഓട്ടാവല്ല അന്നെന്താ കുപ്പായ ഓട്ടാ മേലൊക്കെ പൊള്ളിക്കണേ അതാണ് കൊതുക് തിരിയാള് കുത്തിയിട്ട് എവിടെ നോക്കിയാലും കൊതുക് തിരിയാണ് നടക്കണോടത്ത് മോണ്ടാ ചോർന്ന ഞാൻ കുറച്ച് കഴിയുന്ന 4 മണി ആയിട്ടില്ലല്ലോ നിങ്ങക്ക് പട്ടിണി കറന്ന് ചേലയിക്കണേന് തടി പോയില്ലേ തടി നോക്ക് ഇനി ചെന്താട്ട് തടി വിടാന് തടി എന്തേ കൊണ്ട് ഇതാ അല്ലത് ഇതായ ഒരു പ്രശ്നമല്ല എത്ര സിമെന്റ് അനു വിയർത്തത് അതോ അതിന്റെ ഡിസൈനാണ് കിടിലം കുളം ആഫ്രിക്ക മുന്നേ വളർത്താൻ പറ്റി അവിടെ ഉണ്ട് 6 മാസത്തിന് ഇട്ടാ മതി അങ്ങ് മുന്നേ പറഞ്ഞു മറ്റേ സാധനം ഏത് അതിനൊന്നും 6 മാസം ഒന്നും ആവൂല ഇത് എത്ര കൊണ്ടിരുന്ന അത്ര ആവുള്ളൂ 6 മാസം കൊണ്ടൊക്കെ അതുകൊണ്ട് കാര്യമില്ല
മറ്റേ റോട്ടിൽ നിന്നാണ്ട് 100 കൊടുത്താൽ മതി ആഫ്രിക്കൻ മുയ്യൊക്കെ റോട്ടിൽ നിന്നോണ്ട് ആര് നോക്കി അറിയണേ സിലോപ്പിന് കിട്ടും. ഞങ്ങളെ മുട്ടക്കോയി സിഗ്ന ഇപ്പുറത്തെ സൈഡിലുണ്ട് ഫാമിലിന്റെ മുഴുവൻ അപ്പുറത്തെ സൈഡിലുണ്ട് ആ ബിസിനസ് ആണ് ഒന്നും നടക്കണില്ല. എന്തായിന്ന് അറിയില്ല. തുടങ്ങിയിട്ടില്ല, തുടങ്ങണ്ട ഒരു പണി. അങ്ങനെ ചോറണ്ടി തരണം പിന്നെ ചോദിച്ചു ഞാൻ ചോദിച്ചൂല ഷെജ ചോദിച്ചാ ഞങ്ങളോട് പച്ച പോകുന്നല്ല അതൊന്നും മാറാൻ പറയുന്നില്ല മോണ്ട ചോറ് തിന്നോ ആയിട്ടില്ലേ, കുറച്ച് ആവട്ടെ, ഒരു 4 മണിക്ക് ഓല് ചായ അസിഡിറ്റിയാണ്. തിന്നാന്നിട്ടാണ് തോന്നുന്നത് അസിഡിറ്റി. ഞാൻ എരിവുള്ള ഭക്ഷണം തിന്നിട്ടാണ്. എടാ തിന്നാതെന്നാലേ ഭയങ്കര പ്രശ്നാ. നമ്മളേ ഇതിത്തെ പെണ്ണില്ലേ കുട്ടിപ്പട്ടാളത്തെ കുട്ടിപ്പട്ടാളത്തെ എന്താ പേര് മരിച്ചില്ലടി? കുട്ടിപ്പട്ടാളത്തെ ഇത് ആങ്കർ സുമി. അതിനെന്താ തിന്നാതെ നിന്നായതാണ്. അങ്ങനെ എന്തോ പ്രശ്നമാണ്. അത് മരിച്ചതിന് മുന്നേ പറഞ്ഞല്ലോ ഭക്ഷണം നേരത്തിന് കഴിക്കുക ഇല്ലെങ്കിൽ ഓരോരോ അസുഖങ്ങൾ ഉണ്ടായി അങ്ങനെ എന്തോ പറയുന്ന കേട്ടീനിട്ടോ. അത് ഞാൻ പറഞ്ഞ എന്താ അറിയോ ഫുഡ് കഴിച്ചോണ്ട് നാളെ ഒറ്റടിക്ക് ഫുഡ് കഴിച്ചാതെന്നപ്പോ അവന്റെ ബോഡി ചേഞ്ച് ആണ്. അസിഡിറ്റിന്റെ pH മൂലം കാരണം ഓന് അറിഞ്ഞുകൊണ്ട് തടി കുറക്കാണ്. അപ്പൊ തിന്നാതായി ഓനിപ്പോ തിന്നാ വേണ്ട. പോയി ഇല്ലേ നല്ല ചൊറക്കില്ലേ ഞങ്ങള് ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കോണ്ടാ എന്താ പോലും ഞങ്ങളിങ്ങനെ പറയാം ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൂല്ലേ. ഞങ്ങള് ഫുൾ കോൺസെൻട്രേഷൻ ആ മോണ്ടന്റെ പല്ലും ചെറിയ പഠിച്ച റബ്ബേര് നല്ല ചൊറക്കുണ്ടായിന് നല്ല ചൊറക്കാണ് പോയി. എനിക്ക് തടിച്ചിട്ടുള്ള ചൊർക്ക് വേണ്ട. അപ്പൊ കാണാൻ ഞങ്ങളാണെങ്കിൽ എങ്ങനെ വന്നിട്ട് മറ്റേ തിന്നാൻ കിട്ടാത്ത വരീത്തോല അതില് പറഞ്ഞിട്ട് കാര്യമല്ല. അതിന് ചോറുന്നാണെങ്കിൽ ആദ്യപ്പോ ചെക്കന്മാരെ കണ്ട ചായ എന്നോ ചോറുന്നോ നല്ല പോയി ജിമ്മിനായിരുന്നോ കിച്ചുവിനെ ഇപ്പൊ തള്ളി ഇപ്പൊ കിച്ചും പോയി ജിമ്മിൽ ചേർന്നു. നല്ല വെയിറ്റ് എടുപ്പിച്ചു. അല്ല അതിനാണെങ്കിൽ പൈസ കൊടുത്തില്ല ജിമ്മ് റിക്വസ്റ്റ് ചെയ്യും. മോഡനാണെങ്കിൽ ഇപ്പഴത്തെ ഓപ്പൺ ജിമ്മ് റിക്വസ്റ്റ് ചെയ്യും. രണ്ടും ഇങ്ങനെയാണ്. ഓ തടി കുറക്കുക മറ്റോന് ഓന് മറ്റേ ഇങ്ങനെ കാട്ടില്ല തടി മറ്റേ ഓപ്പൺ ജിന്ന് പോയി മറ്റേ എനിക്ക് നോർമൽ കിട്ടിയാ മതി. ഒരു 3-4 മാസം പോയി കഴിഞ്ഞാൽ നോർമൽ അല്ല കുറച്ച് മേത്ത് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അത് വേണം. അതിന് നമ്മള് അതിന്റെ ടൈം പ്രോട്ടീൻ എടുക്കണം, പ്രോട്ടീൻ ഫുഡ് എടുക്കണം. ഇതിന്റെ പിന്നാമറ അനുമതിയിലുണ്ടായോ കാലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലിപ്പാണ് കാലും അടിച്ചിട്ട് കരിയും കഴിഞ്ഞോ. അല്ല ഉറപ്പെങ്ങനെ വന്നേന്ന് ഓൾക്ക് അറിയണല്ലോ പൊന്തിച്ചിട്ട് അവലാടി ഇട്ടിട്ടൊക്കെ കാലിനെ അടിച്ച ഇതിന്റെ മാസ്റ്റർ അല്ലേ ഊക്കോണ്ട എടുത്ത് പൊന്തിച്ച നിലത്ത് ഇടാനും പറ്റൂല. ജിമ്മിലാവുമ്പോഴേ കാലിന് വില കൊടുക്കും. അത് പൊന്തിച്ചിട്ടില്ലെങ്കിൽ ഓലത്ത് നടിയിട്ടു കരഞ്ഞിട്ടാവും പൊന്തിച്ചല്. ഇപ്പൊ നാളെ ശരി ആരുടെ കുട്ടീനെ തല്ലി കഴിച്ചിട്ട് അതിനാണോ പോയിരുന്നേ നമ്മള് പൈസ കൊടുത്ത് അല്ലേ മമ്മ? 10 പൈസ ഉണ്ടതാ അല്ലേ? അതാണോ അതിന്റെ പല്ലിന് ക്ലിപ്പ് എടുക്കാനായില്ലേ? ഇല്ലേ ഞാൻ ടൈറ്റ് ആക്കാൻ പോക്കില്ലേ. ഓല് കിടക്കും ഞാൻ തുമ്മിയൊക്കെ അറിയാൻ മതി. ഇന്നലെയൊക്കെ തുമ്മിയിട്ട് ലെവലില്ലെന്ന് പലർദിനും പരിപാടി ഉണ്ടേ. പെരിയിലൊന്ന് പോയി അടിച്ചോരി കൊടുക്കണം. അവിടെ അമ്മ ഇല്ലാത്തോണ്ട് ഒന്നരാടും പോയി ഇങ്ങനെ മുറ്റടിച്ചായിരുന്നു. ഒറ്റക്കുള്ളൂല്ലേ അവിടെ? അതില് പറയില്ലട്ടോ ചാവിയോടെ അന്ന് പേര കൂട്ടി പറയല്ലോ ചാവിയോടെ വെച്ചത്. അന്ന് ഇപ്പോഴും പൊട്ടത്തി നിങ്ങളെ പേരെ ചാവി എവിടെ അടുത്ത് കാട്ടി കൊടുത്തില്ലേ വീഡിയോ ആൾക്കാർ കമന്റ് ചാവി വെച്ച ആരും കണ്ടിട്ടില്ല.
അതിന്റെ മേലെ എഡിറ്റർ സിഡ്നിയാണ് ഞാനല്ല. അതൊക്കെ കളയല്ലേ ഞാൻ അവിടെ ഒക്കെ ഇട്ടോ ഇന്നും കൂടി ഉള്ളു ഇവിടെ. ഇനി പുതിയ നമ്മൾ പറ്റേ ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞ് പോകാൻ നോക്കാണ്. പോവല്ലേ? അപ്പൊ ഇനി ഇവിടുത്തെ തറവാട്ടത്തെ ലാസ്റ്റ് വ്ളോഗക്കാരം ഞങ്ങളില്ല കേട്ടോ. അപ്പൊ ഇനി തറവാട്ടിന് പൊളിച്ചാലും വരും. ആ അല്ലേ നമ്മളിഞ്ഞ എല്ലാരും കൂടിയിട്ടില്ലതേ. അതിനെന്താ ഞങ്ങളിവിടെ വരുമ്പോ പെരല്ലേലും സ്ഥലല്ലേ. അതല്ല വല്യമ്മ, നിങ്ങൾ ഇവിടുന്ന് പോകാണോ? പോകും. പോകാണ്. അതിന് മുന്നിലെ വീട്. അപ്പൊ എങ്ങനെ പോയാലും വരൂലുണ്ട്. അപ്പൊ എങ്ങനെ ഇവിടെ നിങ്ങള് നാളെ പോകാണോ? പോകും. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് പോക്കാണോ? ഇങ്ങനൊക്കെ പറഞ്ഞോ. കുട്ടിനൊപ്പം വരും. കുട്ടീന്റെ വിജയം അറിയാം. നമ്മള് പല പാടെ പെടലൊക്കെ ഇങ്ങനെ തിരിയുണ്ട്. ഞങ്ങള് കഴിഞ്ഞ ആഴ്ചയിൽ പോകാൻ കൂടിയിട്ടില്ല. ഷെഫീഖ് ഇവിടെ ആയതുകൊണ്ട് ഉമ്മ വരണ്ടാന്ന് പറഞ്ഞു. ഓന് ഇവിടെ നിർത്തിക്കളീന്ന് പറഞ്ഞു. അപ്പൊ ചോറുന്നാ നമ്മളോർക്ക് അപ്പളും ഉപ്പളും ചെറിയാണ്. ഓനെ തിന്നാൻ വിളിച്ചാൽ അത്ര വേറെ ഒന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നുമില്ല മാമ. ഞാൻ അങ്ങോട്ടും ഇവിടെയൊക്കെ പോയി. ഞാൻ ഇന്നലെ വിളിച്ചു. ഞാൻ ചെക്കന്മാരുണ്ടായി. ചെക്കന്മാരിപ്പോ ഇങ്ങനെ പോവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ വിളിച്ചു. ചെക്കന്മാരെ ഉരവന്ന് കായിരിക്കും. ചെക്കന്മാരെ ചെക്കന്മാരെ വകയാണ് ഓന്. എന്നാ പിന്നെ സമാധാനം. അപ്പൊ ഓനെ ഞാൻ വിളിച്ചു. ഇല്ല ഞാൻ അറിയില്ല. ഞാൻ പറഞ്ഞു ഇനി എന്താ കാട്ടിക്ക എവിടുന്നേലും പോയി തന്നു. ഞാൻ വിളിച്ചൂല. അതില് വേഗം വരുന്നു. ഇനി ഷെഫീഖ് ഇനി ഞങ്ങള് പോണം. ഇപ്പൊക്കെ 21ാമത്തെ ദിവസമൊക്കെ ആകുമ്പോ വീട് വെക്കാതെ. അപ്പൊ ഇനി കൊണ്ടുവരാനൊക്കെ പോണം. അല്ലാതെ പോയിട്ട് കാര്യമില്ല. എന്താ അറിയാണ് ഓനവിടെ കറന്നു തുടങ്ങിയാണ് അവിടെ പോയിട്ട്. ഓനേറ്റ് യാതൊരു ഇന്നിപ്പോ 8 ദിവസം കൊണ്ട് 2000 ഉറുപ്പ്യ 2 കിലോ ഫുഡ്. ഫുഡിന് പൈസ തരാം. ഞാനും പാടെ ഉണ്ടാവും ചെലവ്. ഞാനുണ്ടായിനി കേട്ടോ പകുതി ദിവസം. ബാക്കി ഒരാഴ്ച ഓനുണ്ടായിനി. ഫുഡ് പെരിയിലേ ഫുഡിന് പൈസയാണ്. അവിടെ എത്ര രൂപ? ഷെഫീഖ് എന്നാലും അതും പാടെ ചെലവ് കൂടിയല്ലോ. ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഒരു വാരായിട്ട് അവിടെ ഞാൻ നീച്ചുമ്പോ ഇപ്പൊ ഉയിച്ചിലൊക്കെ കഴിഞ്ഞ് ഉയ്യാൻ കൊണ്ടുപോയി കൊണ്ടുപോയി വന്ന് പറയും. പിന്നെ ഞാൻ പാടുന്നിട്ടാ. പിന്നെ ഉമ്മി സത്യം തുറന്നു പറഞ്ഞു. വർത്താനം പറഞ്ഞാൽ നാഗ് കൊണ്ടൊക്കെ തുടങ്ങി. വർത്താനം കുഷാറായിക്കണം. ആണോ? മറ്റേ നാഗ് കൊണ്ടൂല്ലേ വർത്താനം കടക്കൊക്കെ ഒന്നെങ്കിൽ വിളിച്ചുമ്പോ കൊണ്ടല്ല. ഓരോരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോക്കാവില്ല. ഒന്നെങ്കിൽ നെല്ലിക്ക തളൊക്കെ വെച്ച് ഇങ്ങനെ നെല്ലിക്ക തളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വെച്ച് ഇങ്ങനെ നിക്കാകാരം. അങ്ങനെ മാറുകയാണെങ്കിൽ ഞങ്ങളോട് കുറെ ആൾക്കാർ ചോദിച്ചേക്കാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പാന്റെ മാറുകയാണെങ്കിൽ ഇല്ലടാ ഇപ്പാന്റെ അത്ഭുതമാണ്. അപ്പൊ മാറി ഞങ്ങൾ എന്തായാലും അതിനെപ്പറ്റി എവിടെയാണ് സ്ഥലം എത്ര ആയി എന്തായി എന്നൊക്കെ ഞങ്ങൾ നിങ്ങളോട് വെച്ചതായിട്ട് അതിന്റെ ഒരു വീഡിയോ തന്നെ ചെയ്യും. കാരണം ഞങ്ങൾ കുറെ ആള് ഞാൻ വീഡിയോ തന്നെ കുറെ ആൾക്കാർ പറഞ്ഞിരിക്കണ് എല്ലാം മാറ്റണ്ട് മാറും മാറും. അപ്പൊ കേൾക്കുമ്പോ നമ്മക്കന്നെ ഒരു കുറ്റം മാറക്കാരല്ലേ മാറും. ഇപ്പൊ ചൂരക്കണ്ടിയില് ഞങ്ങള് പോയതിന്റെ അപ്പുറത്തെ പരിയില് അവിടെ ഒരാളിങ്ങനെ കൊഴിഞ്ഞ് നിൽക്കുന്നു. അപ്പൊ കുറെ ഇരിക്കണാണ് ഇങ്ങനെ പച്ചപ്പയറ്റിന് ഈ ഇവിടുത്തെ ഇടയ്ക്കട്ടെ ആയുർവേദം ആയുർവേദം അവിടുത്തെ മരുന്ന് ഇവിടെ പൈസ കൊടുക്കാത്ത ചികിത്സ അവിടുത്തെ മരുന്നൊക്കെ കുട്ടികൾ. അപ്പൊ അവിടെ കാട്ടി വെച്ചാൽ ഞങ്ങളുടെ കുട്ടികളെ കാട്ടാത്ത സ്ഥലം എവിടെയും ബാക്കിയില്ല. ഇപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാൻ എൻ്റെ കുട്ടീനായിട്ട് പോയിക്കണം. എൻ്റെ കുട്ടി അത് വരട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ വരികയാണല്ലോ. അപ്പം എന്നിട്ട് ഒരിക്കൽ വിളിച്ചിട്ട് നേരിട്ട് നിങ്ങൾക്ക് വർത്താനം പറയാം. അതിന് കൊണ്ടുപോകണം. എൻ്റെ പെൺകുട്ടികളാണ്. കുട്ടികളൊക്കെ നേഴ്സുമാരോ ഒക്കെയാണ്. സാമ്പത്തികം അത് കൊണ്ടിടക്കാനുള്ളതൊക്കെ ഉണ്ട്. അത് മാപ്പിള അതേമാതിരിടാ ഞങ്ങൾക്ക് ഇപ്പാന്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പാന്റെ അസുഖമല്ല. ഇതിന് മുന്നേ ഞങ്ങൾ ഇപ്പാന്റെ അസുഖമല്ല ഒരേ ആളുണ്ട്. ഇപ്പാക്ക് എങ്ങനെ ഇപ്പാന്റെ ഇരട്ട മാതിരിയാണ് അനു ആള്. അയാൾ അതിന്റെ പെണ്ണുങ്ങൾ വിളിച്ചിനി ഞങ്ങൾക്ക്. ആ കാക്കാന്റെ പെണ്ണുങ്ങൾ വിളിച്ചിനി ഞങ്ങളോട്. കാരണം ഇപ്പാക്ക് ആ ഗുളിക കൊടുത്തില്ലേ. അപ്പം ഇപ്പാക്ക് ഒരു ഡോക്ടർ ആ ഗുളിക നമ്മളോട് 8 ഗുളിക അങ്ങനെ 5 ഗുളിക നമ്മളോട് വെച്ച് പറഞ്ഞു. ബാങ്ക് കൊടുത്തിട്ട് പറയാം. മോട്ടന് ആദുന്റെ നാവുമ്പോ തുകന്റെ തേച്ചു കൊടുത്തിക്കുക. കാന്താരിയോ ഓന് ഈ മൂലൊക്കെ ഇരുന്ന് എന്തോ കാട്ടുന്നുണ്ട്. ആ തുകതാ സമയ ഈ തുകന്റെ ഇതാകണേ. അതാ തുകന്റെ ഓന് മൂക്കിന്റെ ഉള്ളിൽ കയറ്റി. മൂക്കിന്റെ കാന്താരി ഓന്റെ മൂക്കിന്റെ ഉള്ളിൽ തിരികെ പിന്നെ പറയണന്നല്ലേ കാട്ടിയേ. എന്താ കാട്ടിയേ? കൈ അതിന്റെ കൂടെ ഇങ്ങനെ ഒരുതിയിലോന് ഒരുതിക്കല്ലേ.
തിന്നോ അല്ല പക്ഷെ ഇതെന്താ എനിക്ക് ചൊറിയാത്തപ്പോ അത് കഞ്ചലല്ല അപ്പൊ അല്ല മൂക്കണ്ട ഇതല്ല ആണ് മൂക്കിന്റെ ഉള്ളത് ഇല്ല ശമ്യ അല്ല അത് തുകനല്ല ഈ കുഞ്ഞി കുട്ടീനെ കാട്ടിന് അത്രക്കൊന്നും ഇല്ലല്ലോ തുകയാണ് കണ്ടോ അപ്പൊ പറ്റാൻ പിടിച്ച വ്ളോഗില് മോണ്ടോ നമ്മളെ വ്ളോഗില് നാഗവല്ലി ഇജൊന്ന് അറിഞ്ഞോക്ക് അപ്പൊ എടാ ഇജ് ടെസ്റ്റ് ചെയ്യാ ആദ്യം എന്നിട്ട് കുട്ടികളെ ടെസ്റ്റ് ചെയ്യിച്ച് ആണ് മറ്റോ ഞങ്ങള് അപ്പൊ ബാങ്ക് കൊടുത്ത കഴിഞ്ഞാൽ എന്താ പറഞ്ഞെന്ന് വിചാരിച്ചാൽ ഇപ്പാന്റെ അസുഖമുള്ള ആള് നമുക്ക് ബസ് അയച്ചില്ലടി അപ്പൊ അയാൾക്ക് ഗുളിക 8 നേരം ഒരു ദിവസം 8 വട്ടാണ് ആ ഗുളിക. അപ്പൊ ഇപ്പാന്റെ അത്രയും അസുഖം അയാൾക്കില്ലേനി. പക്ഷെ അത് കുടിച്ച് എന്തായി ഭക്ഷണം അയാൾ അക്കാതായി. പിന്നെ തുകയാണ് ഭക്ഷണം അയാൾ അക്കാതായി. പിന്നെ കൈ ഒന്നാതെയായി. പിന്നെ അങ്ങനെ ഓരോന്നും ഇങ്ങനെ വരല് തുടങ്ങി. അപ്പൊ അയാൾക്ക് തീരെ വെച്ചമ്മ. അപ്പൊ ഞങ്ങക്ക് ഇതെന്താ ചോദിച്ചു. ആ മരുന്നിന്റെ പേര് ചോദിക്കണ്ട എല്ലാരും. അതെന്താന്ന് ഫോർമുല എന്തോ എല്ലാം ലെക്സ് അങ്ങനെ വെച്ചിട്ടാണ്. അപ്പൊ ആ ഗുളിക കൊടുത്തിട്ട് എന്താ പറയാ ഈ ഡോക്ടർമാരുടെ എന്ത് കണ്ടിട്ട് ഞങ്ങൾക്ക് തരുന്നെന്ന് അറിയില്ല. ഓലും ഇങ്ങനെ കൂട്ടും തോറും ഈ അസുഖമുള്ള ആൾക്കാർക്ക് ഗുളിക കുറയാണ്. അസുഖം എന്താ പറയാ കൂടിയാണ്. അപ്പൊ ഇതെന്താ ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞൊരു ഡോക്ടർമാർ ഈ മരുന്ന് തരുന്നുണ്ട്. ഈ മരുന്നിന്റെ എണ്ണം ഡോക്ടർമാർ ഇങ്ങനെ കൂട്ടണുണ്ട്. ലാസ്റ്റ് ഞങ്ങൾ ഇത് കണക്ക് കൂട്ടിയപ്പോഴാണ് ഈ ഗുളികയാണ് അവയവങ്ങൾ ഓരോന്ന് ഇപ്പാന്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ തന്നെ ഗുളികയാണ്. അയാൾക്ക് ഇപ്പൊ തീരെ വെച്ച ഭക്ഷണം ഇറക്കാൻ വെച്ച അയാൾക്ക് 8 ഗുളിക ഒരു ദിവസം കൊടുക്കുക. 2 ദിവസം കൂടുമ്പോ ആ ഗുളിക 14. അതും കൊല്ലങ്ങള്. ഞങ്ങള് പറഞ്ഞു കൊടുക്കണ്ട, ആ ഗുളിക നിങ്ങൾ കൊടുക്കല്ലേ, അത്ര എണ്ണം കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും ആ പാർക്കിൻസൺസിന് ആ ഗുളികയെ അല്ല. അത് പറഞ്ഞല്ലേ ഈ ഗുളികന്റെ ആവശ്യമില്ല. ഞങ്ങളെ കൊണ്ട് പണി. ഞാൻ പറഞ്ഞു അപ്പൊ ഇക്കവിടെ ഇറങ്ങിയ അപ്പൊ ഈ ഗുളികന്റെ പേരറിയണോല് എന്താ അറിയണില്ല കേട്ടോ. ഞങ്ങളെ തോന്നുന്ന മിസ്റ്റേക്ക് ആണ്. ഏത് ഗുളികയെന്ന് അറിയില്ല. പാർക്കിൻസൺസിന് ഒരു ഗുളിക നമുക്ക് സ്ഥിരമായിട്ട് തരും. ആ ഗുളിക എന്താ പറയാ വേറെ എവിടെയൊക്കെ ഞങ്ങൾ കാട്ടിയ ഡോക്ടർമാരെല്ലാരും ഇത് കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ അവിടെ പോയപ്പോഴാണ് ഈ ഗുളിക കാരണമാണ് ഇപ്പാക്ക് ഇങ്ങനെ വന്നേന്ന് അറിഞ്ഞത്. ഇത് കൊടുത്തിട്ട് കൂടാണ്, അസുഖം കുറയല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ അതിന്റെ പാക്കാണ്. അപ്പൊ ഞമ്മള് തറവാട്ടിൽ നിന്ന് ഇറങ്ങാണ്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം. എല്ലാരും തുകേറ്റ കളിമ്മ ഉമ്മ തുകേന്റെ താഴ്ചാന് പറ്റൂലേ? എന്താ കറിയൊക്കെ ഇല്ലേ ഈ ചൊറിയണല്ല ഉപ്പേരി വെക്കുവോ? എന്താ ചറിയില്ല ആരെയൊന്നുമില്ല. നമ്മള് വെച്ചിട്ടില്ല. ഇല്ല ചൊറിയില്ല, കൂട്ടാണ്ടാക്കും. ചേന എന്നിട്ട് ചൊറിഞ്ഞു ഉമ്മ ഉണ്ടാക്കി അത് വേവിച്ചാ ചൊറിയില്ലല്ലോ. ചെറുതുണ്ടാവും ആണെങ്കിൽ എന്തിനാ മോട്ടെ കുട്ടികളെ ഇങ്ങനെ കാട്ടണത്? അത് കറണ്ട് ആട്ടോ വേഗത്തെ കറണ്ടാണ്. ഇവിടെ എന്നെ കുറ്റം പറയണ രണ്ടാളും നേരം വെക്കിട്ട്. പറഞ്ഞോളി. എല്ലാരും അതിന്റെ ഒപ്പം